ഹായ് ഫ്രണ്ട്സ്, LDC വിജ്ഞാപനം വരാൻ പോവാണ് അല്ലേ? അതോടുകൂടി ഒരുപാട് പേര് ചൂട് പിടിച്ച പഠിത്തത്തിലേക്ക് ഇറങ്ങി. ഇനി ഇതിൽ കുറച്ച് പേര് നന്നായിട്ട് പഠിക്കണം, ഈ ജോലി വാങ്ങണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊരു സംശയത്തിൽ നിൽക്കണവരുണ്ട് ഇല്ലേ? എന്നോട് കുറേ പേര് ചോദിച്ചു, മിസ്സേ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയാണ്, ഏത് പ്ലാനാണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ PSCക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോളോ ചെയ്ത 1-2 കാര്യങ്ങൾ പറയാമെന്ന് കരുതി. എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. പഠിക്കാൻ കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. പക്ഷേ PSCക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തന്നെ ഇറങ്ങി. ഇനി 2016 ലാസ്റ്റിലാണ് ഞാൻ PSC കോച്ചിങ്ങിന് തുടങ്ങിയത്. 2018 കൂടി സർവീസിൽ കയറാൻ കഴിഞ്ഞു, ഭാഗ്യം. അപ്പോൾ ആ സമയത്ത്, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം ആദ്യമേ പറയട്ടെ. ഞാൻ PSCക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മാഷ് അന്ന് ക്ലാസ്സിൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. PSCക്ക് പഠിക്കുമ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യനെ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പാടുള്ളൂ. ഒന്നുകിൽ നമുക്ക് നന്നായി അറിയുന്ന ചോദ്യം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത ചോദ്യം. ഈ 2 ചോദ്യം വന്നാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അതായത് നല്ലോണം അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉത്തരം കറുപ്പിച്ചു, അടുത്ത ചോദ്യത്തിലേക്ക് പോയി, ഫുൾ കോൺഫിഡൻസ്. ഇനി അറിയാത്ത ടൈപ്പ് ചോദ്യം, തീരെ അറിയാത്ത ടൈപ്പ് ചോദ്യമാണെങ്കിൽ ഇത് എന്താണാവോ സാധനം, കേട്ടിട്ട് പോലും ഇല്ലല്ലോ, അതും നമ്മളങ്ങ് ഒഴിവാക്കും, വലിയ പ്രശ്നമില്ല. എന്നാൽ വേറൊരു ടൈപ്പ് ചോദ്യം വരാനുണ്ട്, 2 ഘട്ട ടൈപ്പ് ചോദ്യം. ഭയങ്കര പരിചയം, ഇത് കഴിഞ്ഞ മാസം കൂടി ഇത് വായിച്ചിട്ടേ ഉള്ളൂ, അതോ ആരോ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഉത്തരത്തിലൊരു ചെറിയ സംശയം, A ആണോ D ആണോ, D ആണോ A ആണോ, ഇങ്ങനൊരു ഡൗട്ട്. എന്നിട്ടോ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ആലോചിച്ച് നോക്കും, A ആണോ D ആണോ, D ആണോ A ആണോ, എന്നിട്ടതൊരു തീരുമാനം എത്തുമില്ല. അപ്പം എന്ത് ചെയ്യുമെന്നറിയോ, അവസാനം ഒരു വട്ടിട്ടിട്ട് കുറേ പേര് മുന്നോട്ടേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക്. എന്താ ഈ 100 ചോദ്യം എഴുതി കഴിഞ്ഞ് രണ്ടാമത് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഉത്തരം വരും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ 100 തന്നെ എത്തുമോ എന്നുള്ളത് വേറെ കഥ. ഏതായാലും ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സമയത്തും നമുക്കത് വല്ലാതെ എഫക്റ്റ് ചെയ്യും നമ്മളെ നെഗറ്റീവായിട്ട്. ഇഷ്ടടാ പഠിച്ച ചോദ്യത്തിൻ്റെ പോലെ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമ്മളെ വല്ലാതെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി ഈ ഒരു 1.25 മണിക്കൂറാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന നമ്മളെല്ലാ ചിന്തകളും ഈ പരീക്ഷയെ ബാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഈ 2 ഘട്ട ടൈപ്പ്, അതായത് നല്ലോണം അറിയുക, ചോദ്യം പരിചയവും ഉത്തരം ഡൗട്ടും, ഇങ്ങനെയുള്ളത് അങ്ങോട്ട് ഒഴിവാക്കണം. അതിന് റിപ്പീറ്റ് ചെയ്യുക തന്നെയാണ് രക്ഷ, അല്ലാതെ വേറൊരു രക്ഷയില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിന് നമ്മളടുത്തൊക്കെ പറയും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും റിവിഷൻ എന്തെടുത്ത് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഇതാണെങ്കിലോ പഠിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു തരട്ടെ. എന്തൊക്കെയോ എവിടുന്നൊക്കെയോ എടുത്ത് പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചതെന്ന് ചോദിക്കരുത്, ആ ഒരു അവസ്ഥയാ അല്ലേ? ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ PSCക്ക്. ഒരുപാട് വീഡിയോകളായിട്ടും ഒരുപാട് പ്രസിദ്ധീകരണങ്ങളായിട്ടും ക്ലാസ്സിലെ നോട്ട്സായിട്ടും ഇനി ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന മെറ്റീരിയൽസ് ആയിട്ടും അങ്ങനെ ഇഷ്ടം പോലെയാണ് പഠിക്കാൻ. അപ്പം നമ്മളങ്ങ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു അറ്റത്ത് നിന്ന് അങ്ങനെ വായിച്ച് പോവും. ഇതൊക്കെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് തന്നെ ഓർമ്മയില്ലാത്തൊരവസ്ഥയാവും. അപ്പോൾ അതൊന്നും പാടില്ല. പഠിക്കുമ്പോൾ ചിട്ടയായിട്ട് പഠിക്കണം അല്ലേ? അപ്പം നമ്മുടെ അലമാരയിൽ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഓരോന്ന് സ്റ്റെപ്പായിട്ടാണ്, അല്ലെങ്കിൽ നല്ല അടുക്കി പെറുക്കി വെച്ചതാണെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? ഏത് ഭാഗത്താണ് അത് വെച്ചത് നമുക്കറിയാം, നമ്മളത് തുറക്കുന്നു, ആ ഭാഗത്ത് നിന്ന് എടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറിയിൽ ഏത് സാധനവും അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ അത് റീകോൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ ഇനി മുതൽ പഠിക്കുമ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി പെറുക്കി പഠിക്കാം. ഇനി ഇതിന് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ്, ഇന്നു മുതൽ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ എങ്ങനെ നോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നോട്ടൊന്നും എഴുതി വെക്കൊന്നും വേണ്ട. ഏത് ടോപ്പിക്കാണ് പഠിച്ചത്, ഏത് ക്ലാസ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഏത് ഏരിയ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന ഗൈഡിലെ പേജ് നമ്പർ 15 മുതൽ 16 വരെ സംസ്ഥാനങ്ങളിലൂടെ എന്നുള്ളൊരു ടോപ്പിക്കാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഇനിയിപ്പോൾ നാളെ മുതൽ നിങ്ങൾ രാവിലെ 5 മണി മുതൽ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പഠിക്കുന്നത് ആസിഡുകൾ ബേസുകൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡേറ്റ് എഴുതുക, ആസിഡുകൾ ബേസുകൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ഫിസിക്സിലെ ഒരു ഏരിയയാണ് പ്രകാശം. അപ്പോൾ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്ക്. അങ്ങനെ ഏതായാലും ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ, റിപ്പോർട്ടഡ് സ്പീച്ച്, മലയാളം വ്യാകരണം, അപ്പോൾ ഏത് ഏരിയ ആയാലും ആ പഠിക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് പോവുക.
ഇങ്ങനെ നോട്ട് ചെയ്ത് പോകുന്നത് ഭയങ്കര ഗുണമുള്ളതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും അതിൽ നിങ്ങൾക്ക് 4 ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ആത്മാർത്ഥമായിട്ട് ഇതിൽ പഠിക്കാൻ ഇറങ്ങിയവരാണ്, ഈ ജോലി വാങ്ങണമെന്ന് ഉറപ്പിച്ചു വന്നവരാണെന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ ഓരോ ടോപ്പിക്ക് എഴുതും അല്ലേ, 1, 2, 3, 5, 6 ടോപ്പിക്കുകൾ എഴുതും നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒന്നും എഴുതാതിരിക്കുമ്പം ഒരു മനസ്സാക്ഷി കുത്തു തോന്നും. എന്തെങ്കിലും ഒന്ന് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതണ്ടേ, ഇന്നത്തെ ഡേറ്റിൻ്റെ ഭാഗം ഒഴിഞ്ഞു കിടക്കല്ലേ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഗത്ത് എഴുതാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ 2 പേജെങ്കിലും ഒന്ന് പഠിക്കും. രണ്ടാമത്തെ ഗുണം, ഒരാഴ്ച നിങ്ങൾ ഇതുപോലെ പഠിച്ചിട്ട് ഒന്ന് എഴുതി നോക്കും. എന്നിട്ട് ആ വീക്കെൻഡിൽ ആ ഭാഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടും. നേരത്തെ പോലെ എന്തൊക്കെയോ പഠിച്ചു പക്ഷെ എന്താന്ന് ചോദിക്കരുത് എന്നുള്ള അവസ്ഥയല്ല. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഭയങ്കര ഒരു കോൺഫിഡൻസാണ് തരാം. ഇനി മൂന്നാമത്തത്, നമ്മൾ ഏതൊക്കെ ഏരിയ പഠിച്ചിട്ടില്ല, ഇനി ഏതൊക്കെ ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയ്യോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ ഏരിയ ഒന്ന് കൂടുതൽ പഠിക്കാം. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടില്ലല്ലോ, അങ്ങനെ നമുക്കത് തീരുമാനിക്കാൻ പറ്റും. ഇനി നാലാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് റിവിഷനുള്ള ഒരു ടൂളാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. റിവിഷൻ തുടങ്ങണം, 15 ദിവസം മുമ്പ് പഠനം നിർത്തണം, ഇനി നിങ്ങൾ റിവിഷൻ തുടങ്ങണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെന്നെടുത്ത് റിവൈസ് ചെയ്യുന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇതുവരെ. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ഇത്. എക്സാമിൻ്റെ 15 ദിവസം മുൻപുള്ള ഡേറ്റ് മനസ്സിൽ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കരുതുക. അന്ന് വരെ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക. 16ാമത്തെ ദിവസം അന്ന് എനിക്ക് PSC എക്സാം ആണ് എന്നുള്ള ചിന്തയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. എന്നിട്ട് 15 ദിവസം മുൻപ്, അതായത് നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റോട് കൂടി PSCക്ക് പഠിച്ചു തുടങ്ങിയത് നിർത്തുക. 16ാമത്തെ ദിവസം, അതായത് നമ്മൾ റിവിഷൻ തുടങ്ങുന്ന ദിവസം രാവിലെ ഈ ലിസ്റ്റ് എടുത്ത് വെച്ച് ഇതിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. പുതിയതായ ഒരു സാധനം ഇനി പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ചില സമയം നമുക്ക് തോന്നും ഇതൊക്കെ എപ്പോഴാണ് പഠിച്ചതെന്നൊക്കെ. ഒരു പേടിയും പേടിക്കേണ്ട, ഒരറ്റം മുതൽ അങ്ങ് പഠിച്ചു തുടങ്ങാം. ചിലതൊക്കെ നമ്മൾ നല്ലോണം പഠിച്ചതായതുകൊണ്ട് എളുപ്പം കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ടിക്കിട്ട് പോവുക. ഓരോ ടോപ്പിക്കും ടിക്കിട്ട് പോവുക. ഇനി പരീക്ഷയുടെ 5 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഈ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൻ്റെ വളരെ അടുത്തെത്തി. എന്ത് ചെയ്യാന്നറിയോ, ഇനി 5 ദിവസം ബാക്കിയില്ലേ, പുതിയതൊന്നും പഠിക്കാൻ പോകുന്നില്ല, ഇത് തന്നെ ഒരു തവണ കൂടി റിവൈസ് ചെയ്യുക, വീണ്ടും ടിക്കിടുക. അങ്ങനെ റിവിഷനും റിവിഷനും കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ പഠിച്ച സാധനങ്ങൾ നമ്മളെ മൈൻഡിലുണ്ടാകും അല്ലേ. അങ്ങനെ ഒന്ന് പരീക്ഷയെ ഒന്ന് ഫേസ് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് തന്നെ ലിസ്റ്റിൽ കയറാം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഓരോ ദിവസവും 1-2 പോയിന്റ് എഴുതിയിട്ട് റിവിഷനും ചെയ്തതുകൊണ്ട് കാര്യമില്ലേ. വർക്ക് ഹാർഡ്, നന്നായിട്ട് പരിശ്രമിക്കുക, കൂടുതൽ ടോപ്പിക്കുകളെ എന്നും പഠിക്കുന്നതിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് അത് റിവൈസ് ചെയ്ത് പോവുക. ഓരോ മന്ത് എൻഡിലും ഈ ടൂൾ നോക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി റിവിഷൻ നടത്തി പോവുക. ഓരോരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിച്ചത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിലിനി ഒരു ഡൗട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവാം. ഓക്കെ, പരീക്ഷയ്ക്കുള്ള മറ്റ് ടെക്നിക്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.